ഇടവേള കഴിഞ്ഞ് വാർത്തകളിലേക്ക് തിരികെ എത്തുമ്പോൾ ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത, പമ്പാതീരത്ത് LDF സർക്കാർ നടത്താനിരിക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായ ഉത്തരം നൽകിയില്ല. അതിന് പകരം ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലിരിക്കുന്ന 9 മാസം പൂർത്തിയാക്കിയിരിക്കുന്ന ഈ സർക്കാർ എന്ത് വികസനമാണ് ചെയ്തത്? ഒരു വികസനവും ചെയ്തിട്ടില്ല. അങ്ങനെ വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതിരിക്കുന്ന LDF സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ എന്താണ് അധികാരം? ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് വരും, തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും പുതിയ സർക്കാർ വരും. ആ പുതിയ സർക്കാർ ശബരിമലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്യും. ആ സർക്കാർ എന്ന് പറയുന്നത് UDF സർക്കാർ ആയിരിക്കുമെന്നുള്ള പരോക്ഷ സൂചനയും പ്രതിപക്ഷ നേതാവ് നൽകുകയുണ്ടായി. ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള CPIന്റെ ശ്രമം ഒരു രാഷ്ട്രീയ കാപട്യമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കുകയുണ്ടായി. ഒരു ഭാഗത്ത് നവോത്ഥാന മതിൽ തീർക്കുകയും ഒരു ഭാഗത്ത് യുവതീ പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള സത്യവാങ്മൂലം നൽകുകയും ഒക്കെ ചെയ്യുന്ന സർക്കാരിനെ സംബന്ധിച്ചിട്ട് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുക എന്ന് പറയുന്നത് കൃത്യമായിട്ടും ഒരു രാഷ്ട്രീയ കാപട്യമാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ സർക്കാരിനോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ആചാരലംഘനം നടത്താൻ കൊടുത്ത സത്യവാങ്മൂലം പിൻവലിക്കാൻ തയ്യാറാകുമോ? പ്രതിഷേധിച്ചവർക്ക് എതിരെ എടുത്ത കേസുകൾ പിൻവലിക്കുമോ എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിരിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയാൽ നിലപാട് വ്യക്തമാക്കുമെന്നും VD സതീശൻ പറഞ്ഞിരിക്കുന്നു. സൂര്യഗായത്രി വിവരങ്ങളുമായിട്ട് ചേരുന്നു. സൂര്യഗായത്രി, ഏതൊക്കെ പോയിന്റുകൾ മുൻനിർത്തിക്കൊണ്ടാണ് ചോദ്യങ്ങളുമായിട്ട് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് പ്രത്യക്ഷമായിട്ടുള്ള ഉത്തരം നൽകാതെ ആദ്യം ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയൂ എന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ പറഞ്ഞിരിക്കുന്നത്? വിശാലമായ ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് UDF നേതാക്കൾ ഇപ്പോൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. കൃത്യമായിട്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ തങ്ങൾ പങ്കെടുക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു മറുപടി നൽകിയിട്ടില്ല എങ്കിൽ കൂടിയും പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിൽ തന്നെ എല്ലാ കാര്യവും ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് NSS ഉൾപ്പെടെയുള്ളവർ ആഗോള അയ്യപ്പ സംഗമത്തിന് പൂർണ്ണ പിന്തുണ സർക്കാരിന് നൽകിയ സാഹചര്യത്തിൽ പെട്ടെന്ന് വന്ന UDF ആ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് പറയുന്നത് അതൊരു പക്ഷേ വിശ്വാസി സമൂഹത്തിന്റെ UDFിനോടുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാനുള്ള ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള ആലോചനകൾക്കൊടുവിലാണ് UDF ഇന്നിപ്പോൾ ഇത്തരത്തിലൊരു പ്രതികരണം വിഷയത്തിൽ മേൽ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകും. ശബരിമലയെ മുൻനിർത്തി രാഷ്ട്രീയ കാപട്യമാണ് സർക്കാർ നടത്തുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു വെച്ചുകൊണ്ടാണ് തങ്ങളുടെ നിലപാട് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഉയർത്തിയ കുറച്ചധികം ചോദ്യങ്ങളുണ്ട്. ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ലംഘനവുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധി പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. അതിൽ കോൺഗ്രസ് UDF നേതാക്കൾക്കെതിരെ അടക്കമെടുത്ത കേസുകൾ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നടന്ന പ്രതിഷേധങ്ങളും ആ കേസുകളും ഒക്കെ തള്ളാൻ സർക്കാർ തയ്യാറാണോ എന്നുള്ള ചോദ്യം പ്രതിപക്ഷ നേതാവ് ഉയർത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊന്ന്, ഈ 9 വർഷം എന്തുകൊണ്ട് ശബരിമലയ്ക്ക് വേണ്ടി വികസന പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് സമയമായപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇപ്പോൾ സർക്കാർ ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് ഈ ചോദ്യങ്ങൾക്ക് മറുപടി സർക്കാർ നൽകണം. അത്തരത്തിൽ മറുപടി നൽകുകയാണെങ്കിൽ തങ്ങൾ മറ്റ് ആലോചനയിലേക്ക് പോകാം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ എന്തുകൊണ്ട് ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ 9 വർഷം എടുത്തു എന്നുള്ള ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ശബരിമലയിൽ വികസന പ്രവർത്തനങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഈ 9 വർഷമായിട്ടും LDF സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളുടെ ആസൂത്രണവും ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല. ശബരിമലയ്ക്ക് വേണ്ടി ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാത്ത സർക്കാർ ഈ വർഷം LDF സർക്കാരിന്റെ ഈ രണ്ടാമത് കാലാവധി കഴിയുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ വികസന ആസൂത്രണവുമായിട്ടൊക്കെ പരിപാടി സംഘടിപ്പിച്ച് രംഗത്തെത്തുന്നു? അത് തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്തുകൊണ്ട് നടത്തുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പരിപാടി തന്നെയെന്നുള്ള വിമർശനമാണ് ഉയർത്തിയിരിക്കുന്നത്. 83 ലക്ഷം രൂപയാണ് ശബരിമലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിരുന്നത്. അതിനു പകരം 10 കോടി രൂപ നൽകാമെന്ന് ബഡ്ജറ്റിൽ പറഞ്ഞ LDF സർക്കാർ 1 രൂപ പോലും വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇതുവരെയും ശബരിമലയ്ക്ക് വേണ്ടിയിട്ട് ചെലവാക്കിയിട്ടില്ല എന്നുള്ള വിമർശനം ഉയർത്തി ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസ് ഉയർത്തുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ UDF ഉയർത്തിയ ചോദ്യങ്ങൾക്ക് ഒരു പക്ഷേ സർക്കാരിന് മറുപടി പറയേണ്ടതായിട്ട് വരും. അത്തരത്തിൽ പറയുമോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. മറ്റൊന്ന്, ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന
സത്യവാങ്മൂലം പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നുള്ള ഒരു ചോദ്യം കൂടി സർക്കാർ ഉയർത്തുന്നുണ്ട്. നേരത്തെ തന്നെ സത്യവാങ്മൂലം തിരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമോപദേശങ്ങളൊക്കെ തന്നെ ദേവസ്വം ബോർഡ് നടത്തി പോന്നിട്ടുണ്ടായിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയാണ് അത്തരത്തിൽ ദേവസ്വം ബോർഡ് വഴിയാണ് ആ തിരുത്തൽ നടത്താൻ വേണ്ടി സർക്കാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. അതടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു നടപടിയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു തീരുമാനമൊക്കെ ആലോചിച്ച് വെച്ചിട്ടാണ് ആഗോള അയ്യപ്പ സംഗമം നടത്താനുള്ള പൂർണ്ണ പിന്തുണ ദേവസ്വം ബോർഡിന് നൽകി ആ പരിപാടി നടത്താൻ വേണ്ടിയിട്ടുള്ള മറ്റ് മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും അത് തിരുത്താൻ തയ്യാറാണോ എന്നത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ സർക്കാരിന് മുന്നിലേക്ക് UDF വെച്ചിട്ടുള്ളത്. NSS അടക്കം വലിയ പിന്തുണ നൽകി ഇപ്പോൾ സർക്കാരിനൊപ്പമാണ് നിൽക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ മതസംഘടനകൾ അവർക്ക് അത് അവരുടെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് ഒഴിയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പങ്കെടുക്കണോ ഇല്ലയോ എന്നൊക്കെയുള്ളത് അതൊക്കെ NSSന്റെ തീരുമാനങ്ങളാണ്. അതൊന്നും ചോദ്യം ചെയ്യാൻ തങ്ങൾ തയ്യാറല്ല. പക്ഷേ UDF ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണമോ ഇല്ലയോ എന്നത് ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി തരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്. അതേസമയം അല്പസമയത്തിനകമോ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ ഒക്കെ ആയിട്ട് LDFന്റെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്ററുടെ ഭാഗത്ത് നിന്ന് ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 9 വർഷം